സ്വന്തം സഹോദരനോട് എന്തുകൊണ്ടായിരുന്നു വിരോധമെന്ന് ചോദിച്ചാൽ സത്യമായിട്ടും എനിക്കറിയില്ല. എന്നെക്കാളും 4 വയസ്സിൻ്റെ മൂപ്പുണ്ട് അവന്. എന്നാലും അമ്മയുടെ കയ്യിൽ നിന്ന് 2 എണ്ണം അവന് കിട്ടണമെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അത് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം പങ്കുവെക്കപ്പെടുന്നത് കൊണ്ടാണോ, അതോ എന്നേക്കാളും കേമൻ അവനാണെന്ന എൻ്റെ തോന്നൽ കൊണ്ടോ എനിക്ക് അറിയില്ല. അല്ലെങ്കിലും ഈ ലോകത്തിൽ ആർക്കൊക്കെ ആരെയൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റുമെന്നതിൽ യാതൊരു വ്യവസ്ഥിതിയുമില്ലല്ലോ. അന്ന് എനിക്ക് 10 വയസ്സൊക്കെ ആകുന്നതേയുള്ളൂ. ഉച്ചനേരം പരിസരത്തെ കാവിൽ നടക്കുന്ന കളിയാട്ടത്തിന് പോകാൻ ഒരുങ്ങുകയാണ്. തെയ്യം തുടങ്ങാൻ സന്ധ്യ കഴിയും. കളിപ്പാട്ട ചന്തകളുടെ ഇടയിലൂടെ നടക്കുന്ന സുഖം ഓർത്തുകൊണ്ടാണ് ഞാൻ തയ്യാറായത്. അച്ഛൻ വന്നതിന് ശേഷമേ അമ്മ വരൂ. നിർബന്ധമാണെങ്കിൽ 2 ആളും പോയി വരൂവെന്ന അമ്മയുടെ സമ്മതത്തോടെയാണ് ഞങ്ങളന്ന് വീട്ടിൽ നിന്നിറങ്ങിയത്. കളിയാട്ട ബഹളത്തിലേക്ക് എത്താൻ തുടങ്ങിയപ്പോൾ തന്നെ ഏട്ടൻ എൻ്റെ കൈ പിടിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഒറ്റയ്ക്ക് നടക്കാൻ എനിക്കറിയാമെന്ന ഹുങ്ക് എൻ്റെ കുഞ്ഞു തലയിൽ കൂടുതലായിരുന്നു. കൈപിടിച്ചേ നടക്കാവൂ എന്ന അമ്മയുടെ ഉപദേശമുണ്ടായതുകൊണ്ട് ഞാൻ വിടുന്തോറും ഏട്ടൻ എൻ്റെ കൈകൾ മുറുക്കെ പിടിച്ചുകൊണ്ടേയിരുന്നു. ഏട്ടാ, എനിക്കൊരു ഐസ് വേണം. ഇറങ്ങാൻ നേരം അമ്മ കൊടുത്ത പണം അവൻ്റെ കീശയിലുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഏട്ടൻ 2 പാലൈസ് വാങ്ങി. ആ നേരം സ്വതന്ത്രമായ എൻ്റെ കൈകളെ പിന്നീട് ഞാൻ അവന് കൊടുത്തില്ല. തണുത്തു വെളുത്ത മധുരവും നുണഞ്ഞ് ഞങ്ങൾ അങ്ങനെ നടന്നു. സോപ്പ് മുതൽ വാച്ച് വരെ നിരത്തിവെച്ച് വളയമിടുന്ന ഇടത്തിൽ വെച്ചാണ് അവൻ്റെ ശ്രദ്ധ പൂർണ്ണമായും എന്നിൽ നിന്നും മാറുന്നത്. തന്നെ വിട്ട് അനുജൻ എങ്ങും പോകില്ല എന്ന ഏട്ടൻ്റെ കരുതൽ ഞാൻ തെറ്റിച്ചു. കുഞ്ഞു തലയിൽ വലിയ ആളെന്ന ഗമയിൽ ഞാൻ ഉല്ലസിച്ച പകലായിരുന്നുവത്. ഏട്ടൻ്റെ കണ്ണിൽപ്പെടാത്ത അത്രയും ദൂരത്തേക്ക് അകലുമ്പോൾ മനസ്സിൽ പല പദ്ധതിയും ഉണ്ടായിരുന്നു. എന്നെ ശ്രദ്ധിക്കാത്തതിന് അമ്മയുടെ കയ്യിൽ നിന്ന് അവന് കണക്കിന് കിട്ടുമെന്നത് തന്നെയായിരുന്നു അതിൽ പ്രധാനം. നേരം സന്ധ്യയായി. കളിയാട്ടം നടക്കുന്ന ആ വലിയ കാവിൻ്റെ ഏതോ ഒരറ്റത്താണ് ഞാൻ. ചാരിയിരിക്കുന്ന മരത്തിൽ അണഞ്ഞും തെളിഞ്ഞും ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ട്. അരികിൽ ഒരു പിക്കപ്പ് ജീപ്പും നിർത്തിയിട്ടുണ്ട്. ആ ഭാഗത്തെ വെളിച്ചത്തിൻ്റെയും ചന്തയുടെയും ആരംഭം അവിടെ നിന്നായിരുന്നു. പ്രാണികൾ കണ്ണിൽ വീഴാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ വാഹനത്തിൻ്റെ തുറന്ന പുറകിൽ വിരിച്ചിരുന്ന ഷീറ്റിൽ കയറിയിരുന്നു. ശേഷം മാനത്തിലേക്ക് ഇരുട്ട് കലരുന്നതും നോക്കി മലർന്നു കിടന്നു. അമ്മയും അച്ഛനുമെല്ലാം എന്നെ തേടി ഓടുകയായിരിക്കും. തിരഞ്ഞു മുഷിഞ്ഞ് വീട്ടിലെത്തിയിട്ടായിരിക്കും 2 പേരുടെയും കയ്യിൽ നിന്ന് അവന് പൊതിരെ കെട്ടുക. കിട്ടട്ടെ, അത് തന്നെയാണല്ലോ എനിക്കും വേണ്ടത്. എത്ര കാലമെന്ന് വെച്ച എല്ലാ വിഷയത്തിലും മിടുക്കനായി വിലസുന്ന അവൻ്റെ താഴെ ഇങ്ങനെ. അല്ലെങ്കിലും എന്നോട് ആർക്കും സ്നേഹമില്ല. സ്കൂളിലെ പുസ്തകങ്ങൾ വരെ അവൻ്റേതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അഹങ്കാരം എൻ്റെ സഹോദരൻ്റെ തലയിലുണ്ടെന്നൊക്കെ ആയിരുന്നു ആ നേരത്തെ എൻ്റെ ചിന്തകൾ. വല്ലാത്ത ഒരു കുലുക്കം അനുഭവപ്പെട്ടപ്പോഴാണ് ആ ചെറുമയക്കത്തിൽ നിന്ന് ഞാൻ ഉണരുന്നത്. മയങ്ങിപ്പോയി. കിടന്നിരുന്ന വാഹനം എന്നെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ചുറ്റും ഇരുട്ട്. ശക്തിയായി മുഖത്തേക്കടിക്കുന്ന കറുത്ത കാറ്റ്. അമ്മേ എന്ന് വിളിച്ച് ഞാൻ കാറിക്കരയുകയായിരുന്നു. ആ വാഹനം നിന്നു. ഞാൻ പുറകിലുണ്ടായിരുന്ന കാര്യം മുന്നിലുണ്ടായിരുന്ന 2 പേരും അറിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞപ്പോൾ അവർ എന്നെ സമാധാനിപ്പിച്ചു. തിരിച്ചു പോകുന്ന ദൂരം മുഴുവൻ ആശ്വസിപ്പിച്ചു. ഏറെ നേരം മയങ്ങിയെന്നും ആ മയക്കത്തിൽ ജില്ല തന്നെ കടന്ന് സഞ്ചരിക്കുന്നുവെന്നൊക്കെ അറിഞ്ഞപ്പോൾ അതിശയമാണ് തോന്നിയത്. ഏട്ടനോടുള്ള ദേഷ്യമൊന്നും ആയിരുന്നില്ല ആ നിമിഷത്തെ വേവലാതി. വീട്ടിലെത്തിയാൽ മതിയെന്നേ എൻ്റെ തലയിലുണ്ടായിരുന്നുള്ളൂ. ഒരു ബോധവുമില്ലാത്ത ബാല്യം കുറച്ച് മണിക്കൂറിലേക്ക് മാത്രമായി ഒറ്റപ്പെട്ടപ്പോൾ വ്യക്തമായത് വീട് മാത്രമാണ്.
സാമൂഹ്യ പാഠം അധ്യാപിക സ്കൂളിൽ നിന്ന് പറഞ്ഞു തന്ന കുടുംബവും അതാണ്. അമ്മയും അച്ഛനും ഏട്ടനും ഉൾപ്പെടുന്ന എൻ്റെ കുടുംബം. ഇവിടെ വാഹനം നിന്നു. വേണ്ട എന്ന് പറഞ്ഞിട്ടും ആ രണ്ടുപേരും വീട് വരെ എൻ്റെ കൂടെ വന്നു. അയൽക്കാരിൽ ചിലരൊക്കെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നെ കണ്ടതും ആരോ അമ്മയുടെ പേര് ഒച്ചത്തിൽ വിളിച്ചു. അച്ഛനും അമ്മയും അപ്പോഴാണ് വീടിന് പുറത്തേക്ക് വരുന്നത്. അമ്മയുടെ മുഖം കരഞ്ഞു തളർന്നിരിക്കുകയാണ്. മോൻ എവിടെയായിരുന്നുവെന്ന് അച്ഛൻ ചോദിച്ചത് എന്നെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടായിരുന്നു. അമ്മയും എന്നെ അമർത്തി തലോടി. ഞാനപ്പോൾ ഏട്ടനെ തിരയുകയായിരുന്നു. ഏട്ടൻ എവിടെ മോനെ? ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരുന്നു അത്. സന്ധ്യ വരെ എന്നെ തിരയാൻ അവനുണ്ടായിരുന്നു. പാതിരാത്രി ആയിട്ടും കണ്ടെത്താൻ പറ്റാതെ വന്നപ്പോൾ എങ്ങോട്ടെങ്കിലും പോയതാണോ ഏട്ടനെന്ന് എനിക്കറിയില്ല. എന്നെ കൈവിട്ട് കളഞ്ഞ സങ്കടത്തിലും ഭയത്തിലും തന്നെ ആയിരിക്കണം അവൻ മറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഒരിക്കലും ഞാൻ എൻ്റെ ഏട്ടനെ കണ്ടിട്ടില്ല. അത്രയ്ക്കും ദൂരത്തേക്ക് അവൻ പോയിരിക്കണം. ഒരു കടലോളം കുറ്റബോധത്തോടെ ആയുസ് മുഴുവൻ മുഴങ്ങാൻ പാകം ആ ചോദ്യം ഇപ്പോഴും എൻ്റെ കാതുകളിലുണ്ട്. ഏട്ടൻ എവിടെ? താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കഥയുമായി നമുക്കുടനെ കാണാം. താങ്ക് യു ഓൾ.